വടക്കാഞ്ചേരി കുമ്പളങ്ങാട് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ ഡംപ് സെന്ററിൽ വർഷങ്ങളായി കുമിഞ്ഞുകൂടിയിരുന്ന മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്തു. ബയോമൈനിങ് എന്ന ശാസ്ത്രീയ നിർമ്മാർജ്ജന പ്രക്രിയയിലൂടെ 13,000-ലധികം ടൺ മാലിന്യമാണ് ഇവിടെ നിന്നും മാറ്റിയത്. നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. വടക്കാഞ്ചേരി നഗരസഭ 5-ാം ഡിവിഷനിലെ കുമ്പളങ്ങാട് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ച ബയോ മൈനിംഗ് പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തിയായി. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി 1.5 ഏക്കറിലധികം വരുന്ന സ്ഥലത്തു നിന്നാണ് 40 വർഷത്തിലധികം പഴക്കമുള്ള മാലിന്യം ഖനനം ചെയ്ത് നീക്കം ചെയ്തത്. ആകെ 13,310 ടൺ മാലിന്യമാണ് ഈ ശാസ്ത്രീയ പ്രക്രിയയിലൂടെ സംസ്കരിച്ച് ഭൂമിയെ പൂർവ്വസ്ഥിതിയിലേക്ക് വീണ്ടെടുത്തതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ പറഞ്ഞു. ഇവിടെ 45 വർഷമായിട്ടുള്ള ഈ മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി 13,310 ടൺ മാലിന്യം ഇവിടെ നിന്ന് നീക്കം ചെയ്യുകയും ബയോമൈനിങ്ങിലൂടെ ഇവിടെ നീക്കം ചെയ്യാൻ സാധിച്ചു. ആ നീക്കം ചെയ്യൽ പ്രക്രിയ ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. ആ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ആ പ്ലാസ്റ്റിക് നീക്കം ചെയ്ത് അയക്കുന്ന സിമൻറ്റ് ഫാക്ടറിയിലേക്ക് അയക്കുന്ന ഒരു പ്രോസസ്സിങ് മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. ഇവിടെ വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രദേശമാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ സംസ്ഥാന സർക്കാരിൻ്റെയും അതിനോടനുബന്ധിച്ച് നഗരസഭയുടെയും പദ്ധതിയുടെയും പ്രവർത്തനങ്ങളുടെയും പരിശ്രമങ്ങളുടെയും ഭാഗമായി തന്നെയാണ്. SMS ലിമിറ്റഡ് എന്ന കമ്പനിയാണ് പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയത്. 7 മീറ്ററിലധികം താഴ്ചയിൽ കുഴിച്ചെടുത്താണ് മണ്ണിലെ മാലിന്യങ്ങൾ പൂർണ്ണമായും മാറ്റിയതെന്ന് KSWMB ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അരുൺ വിൻസെന്റ് വ്യക്തമാക്കി. അപ്പോൾ നമ്മൾ ഈ ഒരു വർഷം മുൻപോട് വരുമ്പോൾ ഒരു മാലിന്യ കൂന തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആ മാലിന്യക്കൂന നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് ഒരു 3-3.5 മീറ്റർ ആഴത്തിൽ മാത്രമാണ് മാലിന്യം ഉണ്ടായിരുന്നതെന്നാണ് നമ്മൾ ആദ്യം ഫീൽഡ് സ്റ്റഡിയൊക്കെ നടത്തിയപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ പലയിടങ്ങളിലും 7 മീറ്ററും 6.5 മീറ്ററും ആഴത്തിൽ വരെ മാലിന്യം ഉണ്ടായിരുന്നു. ഈ മാലിന്യം പൂർണ്ണമായിട്ട് നമ്മൾ കുഴിച്ചെടുത്ത് പ്രോസസ്സ് ചെയ്ത് അത് നമ്മൾ അതിൽ നിന്ന് ലഭിക്കുന്ന RDF, അതായത് റിഫ്യൂസ്ഡ് ഡിറൈവ്ഡ് ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് തന്നെ. ഈ പ്ലാസ്റ്റിക് മാലിന്യം നമ്മൾ ഡാൽമിയപുരത്തുള്ള ഡാൽമിയ പ്ലാന്റിലേക്ക് കയറ്റി അയക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ ഈ 7.5 മീറ്ററും 6 മീറ്ററും ഒക്കെ ആഴത്തിലുണ്ടായിരുന്ന എല്ലാ മാലിന്യവും നമ്മൾ ഈ ഒരു സൈറ്റിൽ നിന്ന് ഇപ്പോൾ നീക്കം ചെയ്തു, കുഴിച്ചെടുത്തു. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഒരു 500 ടൺ പ്ലാസ്റ്റിക് മാലിന്യം നമുക്ക് ഇവിടുന്ന് സിമെൻറ്റ് ഫാക്ടറീസിലേക്ക് കയറ്റി അയക്കാനുണ്ട്. അതിനുശേഷം നമ്മളിത് ബാക്ക് ഫില്ല് ചെയ്ത് പണ്ടെന്ന് വെച്ചാൽ 19 വർഷം മുൻപ് ഈ സൈറ്റ് എങ്ങനെയായിരുന്നു ആ പൂർവ്വസ്ഥിതിയിലേക്ക് നമ്മൾ ഈ സൈറ്റ് കൊണ്ടുവരും, റീക്ലെയിം ചെയ്യും, ULBക്ക് നമ്മൾ കൈമാറും. ULBക്ക് തൊട്ട് മുൻപ് ചെയർപേഴ്സൺ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ചെയർമാൻ പറഞ്ഞ പോലെയുള്ള ULBക്ക് പൊതു കാര്യങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കും. ബയോ മൈനിങ്ങിലൂടെ ലഭിച്ച 968 ടൺ പ്ലാസ്റ്റിക് മാലിന്യം ഇതിനകം തന്നെ സിമെന്റ് ഫാക്ടറിയിലേക്ക് കയറ്റി അയച്ചു. ബാക്കിയുള്ള 500 ടൺ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. പ്രദേശവാസികൾക്ക് ശുദ്ധമായ ജലവും വായുവും ഉറപ്പാക്കുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ പറഞ്ഞു. ഞങ്ങൾ നോക്കിയപ്പോൾ ഏകദേശം 1 ഏക്കർ 40 സെൻറ്റ് സ്ഥലത്താണ് ഈ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയ സ്ഥലത്ത് നിന്ന് വലിച്ചെടുത്ത് അത് ഇവിടെ നിന്ന് കയറ്റി അയക്കുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് നല്ല വെള്ളം ലഭിക്കാനും നല്ല മണ്ണുണ്ടാവാനും നല്ല വായു ഉണ്ടാകാനും കഴിയാവുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ഇപ്പോൾ ഇതുവരെ ഏകദേശം 6 കോടി രൂപ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. എന്തായിരുന്നാലും ഈ പ്രവർത്തനം അടുത്ത ഫെബ്രുവരി മാസം, അടുത്ത മാസത്തോടു കൂടി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും. ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഈ ലാലൂര് IM വിജയൻ്റെ പേരിലൊക്കെ തന്നെ വലിയ സ്റ്റേഡിയം, അത് ഇതിനേക്കാൾ കൂടുതലുള്ള മാലിന്യമുള്ള സ്ഥലമായിരുന്നു എന്നാണ് പറയണത്. ബ്രഹ്മപുരത്തെ സ്ഥിതിയും വ്യത്യസ്തമൊന്നുമല്ല. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവർക്കും യോജിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ഒരു പൊതുയിടമായി നമ്മുടെ മാലിന്യയാടിനെ മാറ്റാൻ വേണ്ടി നമുക്ക് കഴിയും. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതി പ്രവർത്തനങ്ങളിൽ നമുക്ക് ഏർപ്പെടാൻ വേണ്ടി കഴിയും. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഗുണം ലഭ്യമാക്കാൻ കഴിയാവുന്നൊരു അന്തരീക്ഷം ഉണ്ടാകും എന്നുള്ളതാണ്. ഫെബ്രുവരി 2-ാം വാരത്തോടെ ഡംപ് സൈറ്റ് നഗരസഭയ്ക്ക് തിരികെ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷരായ KP മദനൻ, PG സനീഷ്, ധന്യനിതിൻ, ഡിവിഷൻ കൗൺസിലർ E കൃഷ്ണനുണ്ണി, നഗരസഭാ സെക്രട്ടറി വിശ്വനാഥൻ എന്നിവരും വിവിധ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഡംപ് സൈറ്റ് സന്ദർശിച്ച സംഘത്തിലുണ്ടായിരുന്നു.
കേരളമൊട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർ ഇനി വടക്കാഞ്ചേരിയിലും. വീട് പണിയുന്നവർക്കിനി ആശ്വസിക്കാം. ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സും കിച്ചൺ ഫിറ്റിംഗ്സും മാർക്കറ്റിൽ കിട്ടുന്നതിലും പകുതി വിലയിൽ. കിലോ ബസാർ വടക്കാഞ്ചേരി, നിയർ ബ്ലോക്ക് ഓഫീസ്, അകമല. കോൺടാക്ട് 9037 921 329.